നമ്മുടെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ മണി ആശാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അതായത് വി.ഡി. സതീശനെതിരെ ഒരു അത്യുഗ്രൻ ഗവേഷണ പ്രബന്ധം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആശാന്റെ കണ്ടെത്തൽ കേട്ടാൽ ഏത് ലോകോത്തര ശാസ്ത്രജ്ഞന്മാരും തലയിൽ കൈവച്ചു പോകും. ആശാൻ പറയുകയാണ്, വി.ഡി. സതീശൻ കാണാൻ നല്ല വെളുത്തു തൊടുത്ത ആളാണ്, നല്ല സുന്ദരനാണ്, മധുര മനോഹരമായിട്ടൊക്കെ ചിരിക്കും, പക്ഷെ ഉള്ളിൽ ഒന്നാന്തരം ചെകുത്താനാണ്, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന നയവഞ്ചകനാണെന്ന്. എങ്ങനെയുണ്ട് ആശാന്റെ ഒരു ശരീരശാസ്ത്രവും സൗന്ദര്യബോധവും? ഇതിനെ ന്യായീകരിക്കാൻ അണികളും അന്തം ചർച്ചക്കാരും സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്ന ഒരു വിഖ്യാതമായ സ്ഥിരം ക്യാപ്സ്യൂളുണ്ട്. അത് ആശാന്റെ ഒരു നാടൻ ശൈലിയാണ്. മണ്ണു മണക്കുന്ന ശുദ്ധമായ പ്രയോഗമാണ്. അതിനെ അങ്ങനെയൊക്കെ കാണാവൂ എന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവേദികളിൽ വായ തുറന്നാൽ തരം താഴ്ന്ന അധിക്ഷേപവും അങ്ങേയറ്റത്തെ വ്യക്തിഹത്യയും നടത്തുന്നത് എപ്പോഴാണ് സുഹൃത്തുക്കളെ നാടൻ ശൈലിയാകുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും ഒക്കെ സംസാരിക്കുന്നത് ഇതേ നിലവാരത്തിലാണെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്? അവരെ കൂടി നാണം കെടുത്തുകയല്ലേ നിങ്ങൾ ഈ ന്യായീകരണത്തിലൂടെ ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട മറ്റൊരു പ്രധാന വശമുള്ളത്. വെളുത്ത നിറമുള്ളവരെ ബോഡി ഷേമിംഗ് ചെയ്താൽ അത് കുറ്റമാകില്ല എന്ന് ഏത് രാഷ്ട്രീയ പുസ്തകത്തിലാണ് അല്ലെങ്കിൽ ഏത് ഭരണഘടനയിലാണ് എഴുതി വച്ചിരിക്കുന്നത്? കറുത്ത നിറമുള്ള ഒരാളെ നീ കറുത്തവനാണെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് മാത്രമല്ല ഇവിടെ ബോഡി ഷേമിംഗ്. ഒരാളുടെ ബാഹ്യമായ നിറത്തെയും ചിരിയെയും രൂപത്തെയും പൂർണ്ണമായും വ്യക്തിപരമായി ആക്രമിച്ച് മുഖം വെളുത്തിരിക്കുന്നവൻ്റെയൊക്കെ മനസ്സ് കറുപ്പാണ്, അവർ ഉള്ളിൽ ചെകുത്താന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നതിലും വലിയ വംശീയതയും അധിക്ഷേപവും വേറെ ഉണ്ടോ? പക്ഷേ ഇതിനെതിരെ ഇവിടെ വലിയ ചർച്ചകളോ ചാനൽ ചർച്ചകളോ ഒന്നും നടക്കില്ല. കാരണം മറ്റൊന്നുമല്ല, പറഞ്ഞത് ഇവിടുത്തെ വലിയൊരു ആശാനാണ്.